ആരാണ് സാത്താൻ? ദൈവം എന്തിനാണ് ഈ ഭൂമിയിലേക്ക് സാത്താനെ സൃഷ്ടിച്ചത്? ക്ഷുദ്രങ്ങൾ, മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങൾ, ഇതിലൊക്കെ സത്യമുണ്ടോ? സാത്താൻ്റെ സാമ്രാജ്യം, അവൻ്റെ പേരുകൾ, എങ്ങനെയെല്ലാമാണ് പിശാച് നമ്മളെ തകർക്കുന്നത്? എങ്ങനെ നമുക്ക് അവനെ പുറത്താക്കാൻ കഴിയും? സാത്താനെ ആരാധിക്കുന്ന പള്ളിക്കാർ വാസ്തവത്തിലുണ്ടോ? അവരുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? ക്രിസ്തു ഉള്ളത്തിൽ വസിക്കുന്ന നമ്മെ തകർക്കുവാൻ പിശാചിന് കഴിയുമോ? തുടങ്ങിയ വിഷയങ്ങളാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സന്ദേശത്തിൻ്റെ അവസാനം വരെ കാണുവാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ദൈവം ഈ സന്ദേശങ്ങളെ മനസ്സിലാക്കുവാൻ നിങ്ങളെ സഹായിക്കട്ടെ. എങ്ങനെയാണ് സാത്താൻ ഉണ്ടായത്? സാത്താനെ ആരാണ് സൃഷ്ടിച്ചത്? സാത്താൻ്റെ ഉൽപ്പത്തി എങ്ങനെയാണ്? സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ സാത്താൻ ഇന്ന് കാണുന്ന ആ രൂപവും സ്വഭാവവും ഒക്കെ ആയിരുന്നു. സാത്താൻ്റെ സൃഷ്ടിയെക്കുറിച്ച് എന്താണ് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായം 12 വാക്യം നോക്കുക. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഇംഗ്ലീഷിൽ ആ വാക്യത്തിൽ അരുണോദയപുത്രനായ ശുക്ര എന്നതിന് പകരം ഓ ലൂസിഫർ സൺ ഓഫ് ദ മോർണിംഗ് എന്നൊരു വാക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഭാഗത്താണ് ആദ്യമായി ലൂസിഫർ എന്ന പേര് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിനടിയിലേക്ക് തന്നെ വീഴും. ലൂസിഫർ എന്ന ദൈവത്തിൻ്റെ ഒരു ഏഞ്ചലിനെ കുറിച്ച് പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ മുമ്പ് സംഭവിച്ചിരിക്കുന്ന കാര്യം പ്രവാചകന് വെളിപ്പെട്ട് എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. ആരായിരുന്നു ഈ ലൂസിഫർ? മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു. നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്തു മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. ദൈവത്തിൻ്റെ ഒരു ശ്രേഷ്ഠ കെരൂബിനെ കുറിച്ചാണ് യെഹെസ്കേൽ ഇവിടെ പ്രവചിക്കുന്നത്. ഞാൻ മുമ്പ് ദൂതന്മാരെ പറ്റി ഒരു ക്ലാസ് എടുത്തിരുന്നു. അതിനകത്ത് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ വ്യത്യസ്തമാകുന്ന കാറ്റഗറിയെ പറ്റി നമ്മൾ പഠിച്ചു. അതിലേറ്റവും ശക്തരാകുന്ന, ദൈവത്തിൻ്റെ തേജസ്സിനോട് വളരെ അടുത്ത് നിൽക്കുന്ന 2 തരം ദൂതന്മാരാണ്. ഒന്ന് സാറാഫീമും, ഒന്ന് കെരൂബും. കെരൂബിനെ പറ്റി വളരെ വിശദമായി തന്നെ ഞാൻ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ദയവായി ആ വീഡിയോ നിങ്ങൾ കാണുവാൻ ശ്രദ്ധിക്കുക. ആ കെരൂബിൽ തന്നെ അഭിഷേകം ചെയ്യപ്പെട്ട, ഇംഗ്ലീഷ് വാക്യത്തിൽ അനോയിന്റഡ് കെരൂബ് എന്ന വാക്ക് കാണാൻ കഴിയും. മറ്റു കെരൂബുകളിൽ നിന്ന് വ്യത്യസ്തനായി അഭിഷേകം ചെയ്യപ്പെട്ട ഒരു കെരൂബിനെ കുറിച്ചാണ് യെഹെസ്കേലിലൂടെ പ്രവചിക്കുന്നത്. പലതരത്തിലുള്ള രത്നങ്ങൾ കൊണ്ട് മൂടിയിരുന്ന, സൗന്ദര്യ സമ്പൂർണനാകുന്ന, ജ്ഞാന സമ്പൂർണനാകുന്ന, ദൈവം കഴിഞ്ഞാൽ ഏറ്റവും അധികം ജ്ഞാനവും സൗന്ദര്യവും ഉണ്ടായിരുന്നത് ഈ കെരൂബിനായിരുന്നു. നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്നും തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ടു രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ടുകളഞ്ഞു. ഈ കെരൂബിൽ ദൈവം നീതികേട് കാണുന്ന നിമിഷം വരെയും നിഷ്കളങ്കനായിരുന്ന, സൗന്ദര്യ സമ്പൂർണനായിരുന്ന, അതിമനോഹരമായ ദൈവിക സൃഷ്ടികളിൽ ഏറ്റവും ഭംഗിയുള്ളതും ജ്ഞാനമുള്ളതുമാകുന്ന, ശക്തിയുള്ളതും കരുത്തുള്ളതുമാകുന്ന ഒരു ദൈവത്തിൻ്റെ കെരൂബായിരുന്നു ലൂസിഫർ. ആ ലൂസിഫറിനെ ദൈവം സൃഷ്ടിച്ചത് പിശാചായിട്ടല്ല, ദൂതനായിട്ട് തന്നെയാണ്. എന്നാൽ മറ്റ് ദൂതന്മാരെക്കാളുമൊക്കെ സൗന്ദര്യവും ജ്ഞാനവും ഒക്കെ അധികാരവും ശക്തിയുമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ യെഹെസ്കേൽ പ്രവചിച്ചതുപോലെ താൻ നിഗളിക്കുകയും ദൈവത്തെക്കാളും ഉയരണമെന്ന ആഗ്രഹം വരികയും, നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം വാക്യം തന്നെ ഇങ്ങനെയാണ്, ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴായും ശൂന്യമായി വരുന്നു. അപ്പോൾ പാഴും ശൂന്യമായിരുന്ന ഒരു ഭൂമിയല്ല ദൈവം സൃഷ്ടിച്ചത്, അതിമനോഹരമാകുന്ന ഒരു ഭൂമി ദൈവം സൃഷ്ടിച്ചു. ഇതിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് വേണ്ടി. എന്നാൽ ആ ഭൂമിയിലേക്കാണ് ലൂസിഫറിനെയും ലൂസിഫർ സ്വാധീനിച്ച
ദൈവത്തിൻ്റെ ദൂതന്മാരെയും ദൈവം തള്ളിയിട്ട് കളഞ്ഞത്. അങ്ങനെ ലൂസിഫറും അവൻ്റെ സൈന്യം വന്ന് വീണാണ് ഈ ഭൂമി പാഴും ശൂന്യമായി പോയത്. ആഴത്തിന്മീതെ ഇരുൾ വ്യാപരിച്ചിരുന്നു. ദൈവത്തിൻ്റെ തേജസ് വഹിച്ചിരുന്ന, ദൈവത്തിൻ്റെ ജ്ഞാനം വഹിച്ചിരുന്ന ആ ലൂസിഫർ എപ്പോഴാണോ ദൈവിക തേജസ് നഷ്ടപ്പെട്ടത്, ആ നിമിഷം തന്നെ അവൻ ഇരുട്ടായി മാറി. ശോഭയുള്ള സൂര്യനായിരുന്ന ലൂസിഫർ എന്ന് സാത്താനായി മാറുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ ഭൂമി വീണ്ടും റീക്രിയേറ്റ് ചെയ്യുകയാണ്. കാരണം ആ ഭൂമിയെ സാത്താൻ നശിപ്പിച്ചു കളഞ്ഞു. അഥവാ ലൂസിഫറും അവൻ്റെ സൈന്യവും ഭൂമിയെ പാഴും ശൂന്യമാക്കുകയും ഭൂമി മുഴുവനും ഇരുൾ വ്യാപരിക്കുകയും ചെയ്തു. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ദൈവം സൂര്യനെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ എന്ത് വെളിച്ചമാണ് കർത്താവ് കൽപ്പിക്കുന്നത്? മറ്റൊന്നുമല്ല, സ്പിരിച്വൽ വെളിച്ചമാണ്. ഭൂമി മുഴുവനും അന്ധകാരം കൊണ്ട് നിറഞ്ഞു. സാത്താന്യ അന്ധകാരം കൊണ്ട് നിറഞ്ഞ ആ ഭൂമിയിൽ ദൈവം ആദ്യം കൽപ്പിച്ചത് വെളിച്ചമുണ്ടാകട്ടെ എന്നാണ്. അത് സൂര്യൻ്റെ വെളിച്ചമല്ല, പകരമായി ആത്മീകമാകുന്ന വെളിച്ചം ദൈവം ഈ ഭൂമിയിലേക്ക് പകരുകയാണ്. സൗന്ദര്യ സമ്പൂർണ്ണനാകുന്ന ലൂസിഫർ എപ്പോഴാണോ ദൈവത്തിൻ്റെ തേജസ് നിന്ന് മകന്നത്, അതോടുകൂടി തൻ്റെ രൂപവും തൻ്റെ ഭാവവും തൻ്റെ ക്യാരക്ടറും മുഴുവനും മാറി ഇന്ന് കാണുന്ന സാത്താനായി മാറുവാൻ ഇടയായി തീർന്നു. സാത്താൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒത്തിരി രൂപങ്ങളുണ്ട്. കറുത്ത രൂപമുള്ള, നല്ല കൊമ്പുള്ള, നല്ല കൂർത്ത പല്ലുകളുള്ള, ഇരുണ്ട നിറം നിറഞ്ഞ, രോമവൃതമാകുന്ന ശരീരമുള്ള ഒരു ജീവിയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. എന്നാൽ ഈ മോഡേൺ കാലഘട്ടങ്ങളിൽ ആളുകളുടെ ആശയങ്ങൾക്കനുസൃതമായി പേടിപ്പെടുത്തുന്ന പല രൂപങ്ങളും സാത്താനെ നൽകാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ഇതൊക്കെ സാത്താൻ സ്വീകരിക്കുന്ന രൂപങ്ങളാണ്. മനുഷ്യനെ ഭയപ്പെടുത്തുവാനും മറ്റുമൊക്കെ സാത്താൻ സ്വീകരിക്കുന്ന ചില രൂപങ്ങൾ മാത്രമാണ്. കാരണം സാത്താൻ ഒരു സ്പിരിറ്റ് ബീയിങ് ആണ്. ദൂതന്മാരെ പോലെ, ദൈവത്തെ പോലെ സാത്താനും പൂർണ്ണമായും ഒരു ആത്മജീവിയാണ്. സാത്താൻ ഒരു ശരീരം വാസ്തവത്തിലില്ല. അതുകൊണ്ടാണ് എപ്പോഴും സാത്താൻ ഒരു ശരീരത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും മനുഷ്യരുടെ ഉള്ളിലോ മൃഗങ്ങളുടെ ഉള്ളിലോ ഒക്കെ കുടിയിരിക്കുവാൻ സാത്താൻ ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സാത്താന് ശരീരമില്ല, സാത്താൻ സ്പിരിറ്റാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് ബോധിച്ച രൂപത്തിൽ വരുവാൻ സാത്താന് കഴിയും. നമ്മുടെ മനസ്സിലുള്ള പിക്ചർ അനുസരിച്ച് ഭയപ്പെടുത്തുന്ന പല രൂപങ്ങളിലും സാത്താന് വെളിപ്പെടുവാനും വരുവാനും കഴിയുന്നതാണ്. വാസ്തവത്തിൽ അതല്ല സാത്താൻ യഥാർത്ഥ രൂപം. അതുപോലെ തന്നെ പിശാച് പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്. അവൻ്റെ പേര് കൃത്യമായി നമുക്കറിയത്തില്ല. ചില പേരുകൾ വേദപുസ്തകത്തിൽ തന്നെ കാണാൻ കഴിയും. കാരണം കോടാനോടി പിശാചുകളുണ്ട്, അവിടെ എല്ലാം പേരുകൾ നമുക്കറിയത്തില്ല. സാത്താൻ തന്നെ പല പേരുകൾ തന്നെ അറിയപ്പെടുകയാണ്. എന്നാൽ വേദപുസ്തകത്തിൽ ചില പേരുകൾ നമുക്ക് കാണാൻ കഴിയും. ലൂസിഫർ, സാത്താൻ, പിശാച്, ബേർസബൂൽ, ദുഷ്ടൻ, അന്ധകാരത്തിൻ്റെ ലോകാധിപതി, പരീക്ഷകൻ, സർപ്പം, മഹാസർപ്പം അല്ലെങ്കിൽ ഡ്രാഗൺ, തേൾ, വെളിച്ചദൂതൻ തുടങ്ങിയ പല പേരുകൾ വേദപുസ്തകത്തിൽ പിശാചിനെ കാണാൻ കഴിയും. പിശാച്, സാത്താൻ, മഹാസർപ്പം ഇതെല്ലാം ഒരാൾ തന്നെയാണ്, മറ്റാരുമല്ല, ലൂസിഫറാണ്. എന്നാൽ ലൂസിഫറിൻ്റെ കീഴിൽ മറ്റ് കുറേ കുട്ടി പിശാചുക്കളുണ്ട്, സബോർഡിനേറ്റ്സ് ഉണ്ട്, ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി പിശാചുക്കളുണ്ട്. അവരെയാണ് ദുരാത്മാക്കൾ, ദുർഭൂതങ്ങൾ എന്നൊക്കെ പറയുന്നത്. അഥവാ സാത്താനും അവൻ്റെ ദുരാത്മാക്കളും. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഇസബേലിയ ശക്തി എന്നും ഫറവോനിയ ശക്തി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. വാസ്തവത്തിൽ ഇസബേൽ എന്നൊരു പിശാചിനെ ബൈബിൾ കാണാൻ കഴിയത്തില്ല. ഫറവോൻ എന്നൊരു പേരും കാണാൻ കഴിയത്തില്ല. പകരം ആ ഫറവോൻ്റെ ക്യാരക്ടറുള്ള ദുരാത്മാക്കളെയാണ് നമ്മൾ വാസ്തവത്തിൽ ഫറവോനിയ ശക്തി എന്ന് വിളിക്കുന്നത്. തടയുക, നന്മകളെ തടഞ്ഞു വയ്ക്കുക, സാമ്പത്തികമാകുന്ന ഞെരുക്കമിടുക, യാത്രയെ തടയുക തുടങ്ങിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ശക്തികളെ ഫറവോനിയ ശക്തികളെന്നും, ദൈവദാസന്മാരെ, ദൈവിക അഭിഷിക്തന്മാരെ തകർക്കുന്ന, സഭകൾ തകർക്കുന്ന, അങ്ങനെ ഇസബേലിൻ്റെ ക്യാരക്ടർ കാണിക്കുന്ന ദുരാത്മാക്കളെ ഇസബേൽ ശക്തി എന്ന് വിളിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ വേദപുസ്തകത്തിൽ ഫറവോൻ, ഇസബേൽ തുടങ്ങിയ പേരുകളൊന്നും സാത്താന് കാണാൻ കഴിയത്തില്ല. ബൈബിളിൽ ചില വ്യക്തികളെ സ്വാധീനിച്ച ദുരാത്മാക്കളുണ്ട്. ആ പേരുകളാണ് നമ്മൾ പലപ്പോഴും ദുരാത്മാക്കളെ വിളിക്കാറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലൂസിഫർ എന്ന സാത്താൻ്റെ കീഴിൽ കോടാനുകോടി ദുരാത്മാക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സിസ്റ്റമായിട്ടാണ് പിശാച് പ്രവർത്തിക്കാറുള്ളത്. പിശാചിന് ഒരു രാജ്യത്വമുണ്ട്, ഒരു കിങ്ഡമുണ്ട്. ദൈവത്തിന് ഒരു രാജ്യത്വമുള്ളതുപോലെ, മനുഷ്യർക്കൊരു രാജ്യത്വമുള്ളതുപോലെ പിശാചിനും ഒരു രാജ്യത്വമുണ്ട്. സിസ്റ്റമാറ്റിക്കായിട്ടാണ് പിശാച് പ്രവർത്തിക്കുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. വാഴ്ചകൾ, അധികാരങ്ങൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടാണ് സാത്താൻ പ്രവർത്തിക്കുന്നത്. അതൊരു വാഴ്ചയാണ്, അതൊരു അധികാരങ്ങളുണ്ട്, അതിന് പല മേഖലകളിലായി പിശാച്
സാത്താൻ തന്നെ ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന പോലെ സാത്താൻ ഒരു സർവ്വവ്യാപിയോ സർവ്വജ്ഞാനിയോ ഒന്നുമല്ല. പരിശുദ്ധാത്മാവിനെ പോലെ ഒരേ സമയം പല രാജ്യങ്ങളിൽ പല വ്യക്തികളോട് കൂടെ നിൽക്കുവാനോ സംസാരിക്കുവാനോ ഒന്നും സാത്താൻ കഴിയുകയില്ല. കാരണം പരിശുദ്ധാത്മാവ് സർവ്വവ്യാപിയാണ്, സർവ്വജ്ഞാനിയാണ്. ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. സാത്താൻ അങ്ങനെയല്ല. കാരണം സാത്താൻ ഒരു ക്രിയേറ്റഡ് ബീയിങ് ആണ്, ഒരു സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ്, ഒരു ദൂതനാണ്, അല്ലെങ്കിൽ വീണുപോയ ഒരു ദൂതനാണ് സാത്താൻ. അതുകൊണ്ട് തന്നെ ലൂസിഫറിന് ഒരു സമയത്ത് ഒരു സ്ഥലത്ത് മാത്രമേ നിൽക്കാൻ കഴിയത്തുള്ളൂ. സാത്താന് എല്ലാ കാര്യങ്ങളും അറിയുവാൻ കഴിയുകയില്ല. നമ്മുടെ ചിന്തകൾ പോലും മനസ്സിലാക്കുവാൻ സാത്താന് കഴിയുകയില്ല. ഗബ്രിയേലിനോ മീഖായേലിനോ സാറാഫിനോ ഒന്നും നമ്മുടെ മൈൻഡ് മനസ്സിലാക്കാൻ കഴിയത്തില്ല. കാരണം അവർ ദൂതന്മാരാണ്. ദൈവത്തിന് മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. സാത്താനും നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. യോബിന്റെ പുസ്തകത്തിൽ ദൈവം സാത്താനോട് ചോദിക്കുകയാണ്, നീ എവിടെ നിന്നാണ് വരുന്നത്? സാത്താൻ പറയുകയാണ്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു കൊണ്ടും ഭൂമിയിലെ എല്ലാ ഭാഗങ്ങളിലും സഞ്ചരിച്ചിട്ട് വരികയാണ്. എന്തുകൊണ്ടാണ് സാത്താൻ ഊടാടി സഞ്ചരിക്കുന്നത്? കാരണം സാത്താൻ സർവ്വവ്യാപിയല്ല. പിന്നെ എങ്ങനെയാണ് സാത്താൻ സകലതും അറിയുന്നത്? സകല ചെറുതും വലുതുമാകുന്ന സകല വിഷയങ്ങളും പിശാച് എങ്ങനെയാണ് അറിയുന്നത്? അവൻ്റെ ദൂതന്മാരുടെ ഒരു സിസ്റ്റത്തിലൂടെയാണ് സാത്താൻ പ്രവർത്തിക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നത് ഒരു പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി കീഴിൽ തന്നെ ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട്, സഹമന്ത്രിമാരുണ്ട്. അതുപോലെ ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ട് മുഖ്യമന്ത്രിമാരുണ്ട്. മുഖ്യമന്ത്രിക്ക് കീഴിൽ വ്യത്യസ്ത തരത്തിലുള്ള മന്ത്രിമാരുണ്ട്. അതിന് താഴെ പോലീസുണ്ട്, കളക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ പല സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഈ രാജ്യം ഭരിക്കുവാൻ സാധ്യമാകുന്നത്. ഇതുപോലെ ഒരു സിസ്റ്റത്തിന്റെ കീഴിലാണ് പിശാച്. സാത്താൻ തന്നെയാണ് അതിന്റെ അധിപൻ. ഇനി എന്താണ് ശരിക്കും ഈ സാത്താന്റെ പ്രശ്നം? എന്തിനാണ് നമ്മെ സാത്താൻ ഉപദ്രവിക്കുന്നത്? നന്നായിട്ടൊക്കെ ജീവിച്ചാൽ പോരെ? എന്നാൽ വാസ്തവത്തിൽ സാത്താൻ ആഗ്രഹിക്കുന്നത് ദൈവത്തെ പോലെ ആകണമെന്നാണ്. അവന്റെ വീഴ്ചയ്ക്ക് തന്നെ കാരണം അതാണ്. ദൈവത്തെ പോലെ ആകുക, ഉന്നതങ്ങളിൽ കയറുക, നിഗളിക്കുക, ഇതൊക്കെയാണ് സാത്താന്റെ ഒരു ക്യാരക്ടർ. ആ സാത്താന്റെ ആ സ്വഭാവം ഇന്നും മാറിയിട്ടില്ല. പകരമായി അത് കൂടുതൽ വഷളായി. അതുകൊണ്ട് തന്നെ ദൈവത്തെ പോലെ ആവുക, ദൈവത്തെ പോലെ ആരാധന സ്വീകരിക്കുക, ആരാധനാ പുരുഷനാകണം എന്നത് സാത്താന്റെ ആഗ്രഹമാണ്. സ്തുതിയും പുകഴ്ചയും ഒക്കെ സാത്താൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ പോലെ ശക്തിയും അധികാരവും സാത്താൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി എന്തും സാത്താൻ ചെയ്യും. കൂടാതെ തന്നെ ദൈവത്തെയും ദൈവത്തിനുള്ള സകലത്തെയും, ദൈവത്തിന് പ്രിയപ്പെട്ട സകലത്തെയും സാത്താൻ വെറുക്കുന്നു. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്? മനുഷ്യർ തന്നെയാണ്. തൻ്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം വളരെയധികം സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനെ സാത്താൻ വളരെ അധികം വെറുക്കുന്നത്. സാത്താനെ ആരാധിക്കുന്നവർ പോലും ചിന്തിക്കുന്നത് സാത്താന് വലിയ സ്നേഹമെന്നാണ്. വാസ്തവത്തിൽ സാത്താന് ഒരു മനുഷ്യനോടും സ്നേഹമില്ല. സാത്താൻ സകലരെയും വെറുക്കുന്നു. അല്പം നന്മകളൊക്കെ സാത്താൻ തരും, അല്പസമയത്തേക്ക് സന്തോഷം തരും. എന്നാൽ അതിൻ്റെ ഒടുവിലായി ദുഷ്ടൻ അവരെ തകർക്കുക തന്നെ ചെയ്യും. അന്തിമമായി സാത്താന് മനുഷ്യരെ വെറുപ്പാണ്. ദൈവത്തെയും ദൈവത്തിനുള്ള സകലത്തെയും സാത്താൻ വെറുക്കുന്നു. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ഇനി എന്താണ് എക്സോസിസം അല്ലെങ്കിൽ ഭൂതോച്ചാടനം? വേറൊരു ഭാഷയിൽ ബാധയെ പുറത്താക്കുക, ദുരാത്മാവിനെ പുറത്താക്കുക എന്നൊക്കെ പറയാം. പിശാചിന് രണ്ട് തരത്തിൽ ഒരു വ്യക്തിയെ സ്വാധീനിക്കാൻ കഴിയും. ഒന്ന്, ഒരു വ്യക്തിയുടെ അകത്തേക്ക് പ്രവേശിച്ച് തന്നെ ബാധിക്കുക, തൻ്റെ ബുദ്ധിയെയും ചിന്തകളെയും നിയന്ത്രണങ്ങളെയൊക്കെ സ്വാധീനിച്ച് ആ വ്യക്തിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുക. അതിനെ നമുക്ക് പിശാചിനാൽ ബാധിക്കപ്പെടുക എന്നൊരു വാക്ക് പറയാൻ കഴിയും. മറ്റൊന്ന്, പിശാചിനാൽ സ്വാധീനിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പിശാച് ആ വ്യക്തിയുടെ അകത്തല്ല, പുറത്തു നിന്നുകൊണ്ട് തന്നെ ആ വ്യക്തിയെ സ്വാധീനിക്കുവാൻ കഴിയും. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? നേരത്തെ ഞാൻ പരാമർശിച്ചല്ലോ, പിശാചിന് ഒരു ശരീരമില്ല, താൻ ഒരു ആത്മാവാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ ശരീരത്തിൽ പ്രവേശിക്കുവാൻ പിശാച് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ചില വ്യക്തികളിലേക്ക് ദുരാത്മാവ് പ്രവേശിക്കുകയും നോർമൽ അല്ലാത്ത പല പ്രവൃത്തികളും പല ആക്ഷൻസുകളും ആ വ്യക്തി കാണിക്കും. ഉദാഹരണമായിട്ട് അവർ ഉച്ചത്തിൽ ബഹളം വയ്ക്കുക, മുടിയൊക്കെ അഴിച്ചിട്ട് ഉറക്കെ നിലവിളിക്കുക, നിലത്ത് കിടന്ന് ഉരുളുക, വളരെ കോപത്തോടു കൂടി സംസാരിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ഇറങ്ങി ഓടുവാനായിട്ട് ശ്രമിക്കുക. ഏകദേശം ഒരു മാനസിക വിഭ്രാന്തി വന്ന വ്യക്തിയെ പോലെ, അല്ലെങ്കിൽ ഒരു മാനസിക രോഗി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെയൊക്കെ പ്രവർത്തിക്കുവാനായിട്ട് ആരംഭിക്കും. മാനസിക വൈകല്യമുള്ള വ്യക്തികളും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണിക്കാറുണ്ട്. ചില ആളുകൾ പറയുന്നത് ചില ആളുകളുടെ മനസ്സിൻ്റെ തന്നെ തോന്നലുകളാണ്. വാസ്തവത്തിൽ അങ്ങനെയുള്ള ആളുകളുമുണ്ട്. ചില ആളുകൾക്ക് തോന്നും അവിടെ അകത്തൊരു പിശാചുണ്ട്, ദുരാത്മാവുണ്ട് എന്ന തോന്നലിൽ തന്നെയും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണിക്കാറുണ്ട്. മറ്റൊരു കൂട്ടർ ശരിക്കും മാനസികമാകുന്ന പ്രയാസമുള്ളവർ, അവർക്ക് മാനസിക രോഗികളായിരിക്കും, അവർ ഇത്തരത്തിൽ പ്രവർത്തിക്കാറുണ്ട്. എന്നാൽ പിശാചിനാൽ തന്നെ ബാധിക്കും
ബാധിക്കപ്പെടുന്ന വ്യക്തികളുണ്ട്. എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? മാനസിക രോഗികൾക്ക് എല്ലായ്പ്പോഴും ഏകദേശം ഒരു സ്വഭാവമായിരിക്കും, ചില സമയത്ത് വയലൻ്റ് ആകുമെന്നേ ഉള്ളൂ. എന്നാൽ ദുരാത്മാക്കൾ ബാധിച്ച വ്യക്തികൾ എല്ലായ്പ്പോഴും അത്തരത്തിലുള്ള ചേഷ്ടികൾ കാണിക്കണമെന്നില്ല. ചില സമയങ്ങളിൽ അവർ വയലൻ്റ് ആകും, എന്നാൽ മറ്റു സമയങ്ങളിൽ അവർ വളരെ നോർമലായിരിക്കും. പിശാച് മാനിഫെസ്റ്റ് ചെയ്തപ്പോഴുള്ള അവിടെ ആ സമയം അല്ലെങ്കിൽ ആ ഒരു സംഭവം ഒന്നും അവർക്ക് ഒരു പക്ഷേ ഓർമ്മ കാണത്തില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഏതെങ്കിലും തോന്നലുകളോ മാനസിക രോഗമോ ഒന്നുമല്ല. യഥാർത്ഥത്തിൽ പിശാചിന് ചില വ്യക്തികളിലേക്ക് കയറി മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ ചില ഹൊറർ മൂവീസിലൊക്കെ കാണുന്നത് പോലെ ആ വ്യക്തിയുടെ ഭാവം മാറുന്നതിനപ്പുറമായി അവിടെ രൂപമൊന്നും മാറത്തൊന്നുമില്ല. ഉദാഹരണമായിട്ട് കണ്ണ് ചുവന്ന് വരിക, അല്ലെങ്കിൽ വെള്ള നിറത്തിലേക്ക് വരിക, കൊമ്പ് മുളയ്ക്കുക, അവിടെ മുഖത്ത് മുറിപ്പാട് വരുത്തുക, വേറൊരു രൂപഭാവത്തിലേക്ക് വരിക, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. സൂപ്പർ നാച്ചുറലി ഉള്ള ചേഞ്ചസ് സംഭവിക്കത്തില്ല. പക്ഷേ ഭാവമാറ്റങ്ങൾ ആ വ്യക്തിയിൽ സംഭവിക്കാനിടയായി തീരും. കാരണം ആ വ്യക്തിയെ ഇപ്പോൾ ഭരിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത് തൻ്റെ അകത്തിരിക്കുന്ന ദുരാത്മാവാണ്. ഇത്തരത്തിൽ മാനിഫെസ്റ്റ് ആകുന്ന വ്യക്തികളിലൂടെ ദുരാത്മാക്കൾ സംസാരിക്കാറുണ്ട്. ആ സംസാരിക്കുന്ന സമയങ്ങളിൽ അവർ ഏതെങ്കിലുമൊക്കെ വ്യക്തികളുടെ പേര് പറയും, ഏതെങ്കിലുമൊക്കെ ശക്തികളുടെ, ദുർമൂർത്തികളുടെ, ദുർശക്തികളുടെ ഒക്കെ പേരുകൾ ഈ ദുരാത്മാക്കൾ പരാമർശിക്കാറുണ്ട്. ഇത് കേൾക്കുന്ന, കാണുന്ന വ്യക്തികൾ ആ പേര് വിശ്വസിക്കും. ഉദാഹരണമായിട്ട് ഏതെങ്കിലും മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ആത്മാവാണ് ഞാൻ, എനിക്ക് സ്വസ്ഥതയില്ല, എനിക്ക് കുടിയിരിക്കുവാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഇന്ന ഇന്ന കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ ഈ ദുരാത്മാവ് പറയും. ചില ആളുകൾ അത് ചെയ്യുകയും ചെയ്യും. വാസ്തവത്തിൽ മരിച്ചുപോയ ഒരു വ്യക്തികളുടെ ആത്മാക്കൾക്ക് വേറൊരു വ്യക്തിയിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. കാരണം ബൈബിൾ പറയുകയാണ്, ഒരു മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ ഒരിക്കൽ നിൽക്കേണ്ടി വരും. അതിനു മുമ്പായി ആത്മാക്കളൊക്കെ എഴുന്നേറ്റ് ഗതിയില്ലാതെ അലയുന്ന പ്രേതങ്ങളായോ ഭൂതങ്ങളായോ പിശാചുക്കളായോ ഒന്നും വരുന്നില്ല. പുതുതായിട്ട് പിശാചിൻ്റെ സാമ്രാജ്യത്തിലേക്ക് ദുരാത്മാക്കളെ പിശാചിന് ആവശ്യമില്ല. ഓൾറെഡി കോടാനുകോടി പിശാചുക്കൾ അവൻ ഓൾറെഡി ഉണ്ട്. പുതുതായിട്ട് വ്യക്തികളെയും ആത്മാക്കളെയും ഒന്നും പിശാച് സ്വീകരിക്കുന്നതുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ദുരാത്മാക്കൾ ഇത്തരം ആളുകളുടെ പേര് പറയുന്നത്? ഈ പറയപ്പെടുന്ന പേരുള്ള വ്യക്തികൾ ഒന്നുകിൽ ആത്മഹത്യ ചെയ്തതോ അല്ലെങ്കിൽ അപകടത്തിൽ മരിച്ചതോ ഒക്കെ ആയിരിക്കും. അതിന്റെ അർത്ഥം ആ വ്യക്തികളെ, ഈ പിശാച് പറയുന്ന വ്യക്തികളെ കൊന്ന ദുരാത്മാവാണ് ഈ വ്യക്തിയിൽ ഒരുപക്ഷെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത്. മനസ്സിലാക്കുക, പിശാച് കള്ളനും കള്ളന്റെ അപ്പനുമാണ്. അവനിൽ സത്യമില്ല, അവനിൽ ഭോഷ്ക് മാത്രമേ ഉള്ളൂ. സത്യമില്ലാത്ത കള്ളനാകുന്ന പിശാച് അവൻ ആ പേരുകൾ ഉപയോഗിക്കുകയാണ്. നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുവാൻ, നമ്മളെ വഞ്ചിക്കുവാൻ വേണ്ടി പിശാച് ഉപയോഗിക്കുന്ന പേരുകൾ മാത്രമാണ്. ഇത്തരത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഭൂതം വായിച്ച വ്യക്തികളെ, ആ ഭൂതങ്ങളെയൊക്കെ വലുതായി കാണുന്ന ആളുകളുണ്ട്. വളരെ ശക്തനാണ്, വളരെ സ്ട്രോങ് ആണ് പിശാച്. കാരണം ആ പിശാച് ഇളകുന്ന സമയത്ത് അങ്ങനെയാണ് സംസാരിക്കുന്നത്. ആ തന്നെ പുകഴ്ത്തുവാനും ഉയർത്തുവാനും ഒക്കെ തുടങ്ങും. കാരണം പിശാച് ആദ്യം മുതലേ ചെയ്തത് അത് തന്നെയാണ്. താൻ ഉയർത്തുക, മഹത്വപ്പെടുത്തുക, ദൈവത്തെക്കാൾ വലുതായി കാണിക്കുക. ഈ ഒരു പദ്ധതി പിശാച് അവിടെ ചെയ്യാറുണ്ട്. എന്നാൽ സത്യത്തിൽ ആ മാനിഫെസ്റ്റ് ആകുന്ന ദുരാത്മാക്കൾ ആ സൈറ്റാനിക് വേൾഡ് തന്നെ വീക്കായിട്ടുള്ള ഒരു പിശാചാണ്. അതുകൊണ്ടാണ് അത് മാനിഫെസ്റ്റ് ആകുന്നത്. ഒരു വ്യക്തിയിൽ നിന്നും ഒരു ദുരാത്മാവ് വിട്ടുപോയി കഴിഞ്ഞാൽ, ഇത്തരത്തിൽ മാനിഫെസ്റ്റ് ആകുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരു ദുരാത്മാവ് പുറത്തു പോയി കഴിഞ്ഞാൽ ബൈബിൾ പറയുകയാണ്, അത് എന്നേക്കുമായി പോവുകയല്ല, അത് ആ ചുറ്റുവട്ടത്ത് തന്നെ കാണും. തിരിച്ച് ആ വ്യക്തിയിലേക്ക് എങ്ങനെ കടന്നു വരാം എന്ന ചിന്തയായിരിക്കും ആ ദുരാത്മാവിന്. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ആ ദുരാത്മാവ് മറ്റ് ദുഷ്ടതയേറിയ 7 ദുരാത്മാക്കളുമായിട്ടായിരിക്കും വരുന്നത്. ഇനി ശ്രദ്ധിച്ച്, ഒരു വ്യക്തിയിൽ നിന്നും ദുരാത്മാവ് വിട്ടുപോയി, ആ വ്യക്തി യേശുവിനെ വിട്ടുപോയി, അവർക്കൊരിക്കലും വീണ്ടും മാനിഫെസ്റ്റ് ആകണം നിർബന്ധമില്ല. കാരണം ഇപ്പോൾ ആ വ്യക്തിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് മുമ്പുള്ള ദുരാത്മാവ് മാത്രമല്ല, ദുഷ്ടതയേറിയ വേറെ 7 ദുരാത്മാവുണ്ട്. അതുകൊണ്ട് തന്നെ അതിവേഗതയിൽ മാനിഫെസ്റ്റ് ആകത്തില്ല. കാരണം മാനിഫെസ്റ്റ് ആയി കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ദുരാത്മാവാണെന്ന് മനസ്സിലാകുകയും വീണ്ടും അഭിഷിക്തന്മാരുടെ ഇടയിലേക്ക് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് രണ്ടാമത് കയറുന്ന ദുരാത്മാക്കൾ ശക്തരാണ്. അവർ മാനിഫെസ്റ്റ് ചെയ്യാതെ അടങ്ങി ഒതുങ്ങിയിരിക്കും. മാത്രമല്ല, എന്തിനു വേണ്ടിയാണോ ഈ ദുരാത്മാവ് ഈ വ്യക്തിയിലേക്ക് പ്രവേശിച്ചത്, ഒരു ഷോ കാണിക്കാനോ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് മാനസിക രോഗമാണെന്ന് കാണിക്കാനോ ഒന്നും അല്ല ദുരാത്മാവ് ഒരു വ്യക്തിയിലേക്ക് പ്രവേശിക്കുന്നത്. വചനം പറയുകയാണ്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിക്കുവാനും അല്ലാതെ കള്ളം വരുന്നില്ല. പിശാച് ഒരു വ്യക്തിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ആ വ്യക്തിയെ, ആ മനുഷ്യനെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ്. അവനെ, അവനുള്ള സകലത്തെയും മുടിക്കുക, മോഷ്ടിക്കുക എന്നതാണ് പിശാചിന്റെ പദ്ധതി. അതുകൊണ്ട് രണ്ടാമത് വീണ്ടും ഈ വ്യക്തി ദുരാത്മാക്കൾക്ക് അവസരം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും ഒന്ന് മാനിഫെസ്റ്റ് ആകത്തില്ല. പകരമായി വളരെ ശാന്തമായി ഇരുന്നു കൊണ്ട് തന്നെ വേഗതയിൽ ചില അപകടങ്ങൾ വരുത്തുകയോ മരണമിടുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ആ വ്യക്തിയെ നശിപ്പിക്കുവാൻ പിശാച് ശ്രമിക്കും. എന്നാൽ സകല വാഴ്ചകൾക്കും അധികാരത്തിനും തലയാകുന്ന ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരായതുകൊണ്ട് നമ്മളാണ് സകല ദുരാത്മാക്കളെക്കാളും
കരുത്തും ശക്തിയുമുള്ളത്. എന്നാൽ ഈ പറഞ്ഞ തന്നെ വേദപുസ്തകത്തിൽ വല്ല അടിസ്ഥാനമുണ്ടോ? ചില ആളുകൾ പറയും, എനിക്ക് നിങ്ങളുടെ യേശുവിനെ വിശ്വാസമാണ്, എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും എനിക്ക് വിശ്വാസമില്ലെന്നും. മനസ്സിലാക്കുക, യേശുവിനെ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ വേദപുസ്തകം വിശ്വസിക്കണം. വേദപുസ്തകം വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ഇതും വിശ്വസിച്ചേ മതിയാകൂ. കാരണം ബൈബിളിൽ, പ്രത്യേകിച്ച് പുതിയ നിയമങ്ങളിൽ, ഈ ഭൂതങ്ങളെ പുറത്താക്കുന്ന അനേക സന്ദർഭങ്ങളുണ്ട്. അവൻ അക്കരെ ഗദനേരുടെ ദേശത്ത് എത്തിയാറെ 2 ഭൂതഗ്രസ്തർ ശവക്കല്ലറകളിൽ നിന്നും പുറപ്പെട്ട് അവനെതിരെ വന്നു. അവർ അത്യുഗ്രന്മാരായിരുന്നത് കൊണ്ട് ആർക്കും ആ വഴി നടന്നുകൂടാഞ്ഞു. അവർ നിലവിളിച്ചു, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ ഇവിടെ വന്നുവോ എന്ന് പറഞ്ഞു. യേശുവിന്റെ മിനിസ്ട്രിയുടെ സമയത്ത് യേശു 2 ദുരാത്മാക്കൾ ബാധിച്ച വ്യക്തികളെ പുറത്താക്കുകയാണ്. അവർ അവിടെ താമസിക്കുന്നത് കല്ലറകളിലാണ്. അപ്പോൾ അവരുടെ മനസ്സ് മുഴുവനായും ദുരാത്മാവ് നിയന്ത്രിച്ചു. അപ്പോൾ വളരെ കാലപ്പഴക്കം ചെന്ന ഒരു ദുരാത്മ ബാധിച്ച മനുഷ്യനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അവന്റെ മുഴുവൻ നിയന്ത്രണം, മുഴുവൻ കൺട്രോളും ഈ പിശാച് ഏറ്റെടുക്കുകയും കല്ലറകൾ താമസിക്കുകയും ചെയ്തു. ഒരു പക്ഷേ പ്രഥമ ദൃഷ്ടിയാൽ പലർക്കും തോന്നും ഇതൊരു മാനസിക രോഗമാണ്. എന്നാൽ അദ്ദേഹത്തിന് മാനസിക രോഗമല്ല, ദുരാത്മാവായിരുന്നു. യേശു എന്ത് ചെയ്യുകയാണ്? ആ ദുരാത്മാവിനെ പുറത്താക്കുന്നതോടുകൂടി ആ വ്യക്തികൾ പൂർണ്ണമായും നോർമലാകുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുന്നു. ഇതേ സന്ദർഭം തന്നെ മറ്റൊരു ഭാഗത്ത് കാണുമ്പോൾ യേശു ആ ദുരാത്മാവിനോട് സംസാരിക്കുകയാണ്. നിന്റെ പേരെന്ന് ചോദിക്കുകയാണ്. ആ പിശാച് റെസ്പോണ്ട് ചെയ്യുകയാണ്, എൻ്റെ പേര് ലെഗ്യോൺ. അർത്ഥം ഏകദേശം 6000-ലധികം ഭൂതങ്ങൾ ആ മനുഷ്യരിൽ ഉണ്ടായിരുന്നു. ആ 6000 ഭൂതവും യേശുവിനോട് സംസാരിച്ചില്ല. പകരമായി ആ ഭൂതങ്ങൾക്കൊരു തലവനുണ്ട്. ആ തലവനാണ് യേശുവിനോട് റെസ്പോണ്ട് ചെയ്യുന്നതും. യേശു പുറത്താക്കുന്നതും ആ ഒരു ഹെഡ് ഡീമനെ തന്നെയാണ്. ആ ദുരാത്മാവിനോട് കൂടെ സകല ദുർഭൂതങ്ങളും പന്നിക്കൂട്ടങ്ങളിലേക്ക് പോവുകയും ആ പന്നികൾ ചാകുകയും ചെയ്യുകയാണ്. മറ്റൊരു ഭാഗം നോക്കുക, അവിടെ പള്ളിയിൽ അശുദ്ധ ഭൂതം ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ, നസ്രയനാകുന്ന യേശുവേ, വിടൂ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നിരിക്കുന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഉറക്കെ നിലവിളിച്ചു. മിണ്ടരുത്, അവനെ വിട്ടുപോകുക എന്ന് യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ടു, കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി. മറ്റൊരു ഭാഗം, ഒരിക്കൽ അവൻ ഊമയായ ഒരു ഭൂതത്തെ പുറത്താക്കി. ഭൂതം വിട്ടുപോയ ശേഷം ഊമൻ സംസാരിച്ചു. വേറെ ഭാഗമൊക്കെ, കർത്താവെ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ, അവൻ ചന്ദ്രരോഗം പിടിച്ചു പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാതെ കഷ്ടത്തിലായി പോകുന്നു. അപ്പോൾ ഈ ദുരാത്മാക്കൾ ഒരു വ്യക്തിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തള്ളിയിടുന്നു, തീയിലേക്കും വെള്ളത്തിലേക്കൊക്കെ വീഴുന്നു. വേറെ ഭാഗത്ത് നുരയും പതയും ഒക്കെ അവർക്ക് പുറത്തു വരുന്നു. പലതരത്തിലുള്ള അബ്നോർമൽ ആകുന്ന ചില ആക്ടിവിറ്റീസ് ഈ വ്യക്തികൾ കാണിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇതൊരു മനസ്സിന്റെ പ്രശ്നമാണെന്നോ സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്നോ ഒന്നും അല്ല യേശു പറഞ്ഞത്. യേശു ആ ദുരാത്മാക്കളെ പുറത്താക്കുകയാണ്. അവിടെ മാനസിക രോഗമല്ല സൗഖ്യമാക്കുന്നത്. ദുരാത്മാക്കളെ പുറത്താക്കുമ്പോൾ ചില വ്യക്തികൾക്ക് കാത് കേൾക്കുകയാണ്, ചില വ്യക്തികൾ സംസാരിക്കുന്നു, ചില വ്യക്തികൾ അവരുടെ കൂന് മാറി സൗഖ്യമാകുന്നു, ചില വ്യക്തികളുടെ ചന്ദ്രരോഗം മാറുന്നു, മാനസിക രോഗങ്ങൾ മാറുന്നു. അപ്പോൾ ഈ രോഗങ്ങൾക്കെല്ലാം പിന്നിൽ ബാധിച്ചിരുന്നത് ദുരാത്മാവായിരുന്നു. യേശു അതിനെ പുറത്താക്കുകയും അവർ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുകയാണ്. മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തിയിലും യേശുവിന്റെ ശിഷ്യന്മാർ അനേകായിരം ദുരാത്മാക്കളെ പുറത്താക്കുന്നതും ദൈവരാജ്യം പ്രസംഗിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ ദുരാത്മാക്കളെ പുറത്താക്കുന്നത് കണ്ടുകൊണ്ടാണ് സ്കേവയുടെ മക്കൾ ദുരാത്മാവിനെ പുറത്താക്കാൻ ശ്രമിക്കുന്നതും. തുടർന്ന് ആ ദുരാത്മാവ് അവരോട് ചോദിക്കുകയാണ്, പൗലോസിനെ ഞങ്ങൾക്ക് പരിചയമുണ്ട്, യേശുവിനെ അറിയാം, നിങ്ങൾ ആരെന്ന് ചോദിച്ചുകൊണ്ട് ആ വ്യക്തികളെ കടന്നു പിടിക്കുകയും അവരെ നഗ്നരായി അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് അവർക്ക് അതിനെ പുറത്താക്കാൻ കഴിയായിരുന്നത്? പൗലോസ് ആ ദുരാത്മാവിനെ പുറത്താക്കുന്നത് ക്രിസ്തുവേശുള്ള വെളിപ്പാടിനാലാണ്. തൻ്റെ മേൽ വ്യാപരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവാണെന്നും ലോകത്തോടുകൂടെ ഉള്ളവനേക്കാൾ വലിയവൻ എൻ്റെ ഉള്ളത്തിലുണ്ട് എന്ന ഉത്തമ ബോധ്യവും വെളിപ്പാടും പൗലോസിനുണ്ട്. മാത്രമല്ല, തൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് പൗലോസ് പുറത്താക്കുന്നത്. അപ്പോൾ പൗലോസ് വെളിപ്പാടിനാൽ പുറത്താക്കി, സ്കേവയുടെ മക്കൾ അറിവിനാൽ, കാഴ്ചയാൽ ആ പൗലോസ് ചെയ്ത ശുശ്രൂഷയെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. യേശുവിൻ്റെ കൂടെ നടന്ന സ്ത്രീകളിൽ പ്രധാനിയാകുന്ന മഗ്ദലക്കാരത്തി മറിയ 7 ഭൂതങ്ങൾ ബാധിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു. യേശുവാണ് അതിനെ പുറത്താക്കിയത്. ഇനി എങ്ങനെയാണ് ഈ ദുരാത്മാക്കളെ പുറത്താക്കുന്നത്? ഒട്ടനവധി തെറ്റാകുന്ന ധാരണകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം, യേശുവിൻ്റെ നാമത്തിലല്ലാതെ ദുരാത്മാക്കൾ ഒരിക്കലും പുറത്തു പോകുന്നില്ല. കാരണം പിശാച് ഇരുട്ടാണ്, യേശു വെളിച്ചമാണ്. വെളിച്ചം വരുമ്പോൾ ഇരുൾ മാറിപ്പോകുന്നു. പിന്നെ എങ്ങനെയാണ് പല സ്ഥലങ്ങളിലും പിശാചിനെ ഒതുക്കുന്നത്? മനസ്സിലാക്കുക, യേശുവിനാലല്ലാതെ ഒരു വ്യക്തിക്കും ദുരാത്മാക്കളെ പുറത്താക്കാൻ കഴിയത്തില്ല. പകരമായി ഒതുക്കുവാൻ, ശാന്തമാക്കുവാൻ, അല്പനാളത്തേക്ക്, അല്പകാലത്തേക്ക് കെട്ടിയിടുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. അതെങ്ങനെയാണ്? ഒരു വ്യക്തിയിലേക്ക് ദുരാത്മാ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും കരുത്തുള്ള മറ്റൊരു ദുരാത്മാവിനെ ആവാഹിച്ച് ഈ വ്യക്തിയെ ബന്ധിക്കുക, അല്ലെങ്കിൽ ഈ ശക്തിയെ അല്പനേരത്തേക്ക് കെട്ടിവെക്കുക, ഒതുക്കി വെക്കുക എന്നൊരു മെത്തേഡാണ് പലപ്പോഴും പലരും ചെയ്യുന്നത്. ഒരിക്കലും ആ വ്യക്തിയിൽ നിന്നും പുറത്താക്കുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് അതിനായി വെച്ചിരിക്കുന്ന
ഏതെങ്കിലും വസ്തുക്കൾ അഴിച്ചു കളയുകയോ മാറ്റിക്കളയുകയോ ചെയ്യുമ്പോൾ വീണ്ടും അവരകത്തുണ്ടായിരുന്ന ഈ ആത്മാവ് സജീവമാകുകയും അവരുടെ പിന്നത്തെ സ്ഥിതി മുമ്പത്തെക്കാളും വഷളാവുകയും ചെയ്യും. യേശു ദുരാത്മാവിനെ പുറത്താക്കിയപ്പോൾ ചുറ്റും നിന്നവർ പറഞ്ഞു, ഭൂതങ്ങളുടെ തലവനാകുന്ന ബേർസബൂലിനെ കൊണ്ടാണ് യേശു പുറത്താക്കുന്നത്. അവരോട് യേശു അടുത്ത ഉത്തരം ശ്രദ്ധിച്ചേ. അവൻ അവരുടെ വിചാരം പറഞ്ഞു. അവരോട് പറഞ്ഞത്, തന്നിൽ തന്നെ ഛിദ്രിച്ച രാജ്യം എല്ലാം പാഴായി പോകും, വീട് ഓരോന്നും വീഴും. സാത്താനും തന്നോട് തന്നെ ഛിദ്രിച്ചു എങ്കിൽ അവന്റെ രാജ്യം, നോക്കുക, ഒരു രാജ്യത്വം പിശാചിനുണ്ട്, എങ്ങനെ നിലനിൽക്കും? വളരെ പ്രസക്തമാകുന്ന ഒരു സന്ദേശമാണ് യേശു കൊടുക്കുന്നത്. സാത്താന് തന്നെ സാത്താനെ പുറത്താക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഒരിക്കലും പിശാചിനെ പുറത്താക്കുവാൻ മറ്റൊരു ദുർശക്തികൾക്ക് സാധ്യമല്ല, പകരം ഒതുക്കുവാൻ, കെട്ടിവെക്കുവാനേ കഴിയുകയുള്ളൂ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സകല ദുരാത്മാക്കളെയും പുറത്താക്കാൻ കഴിയും. എങ്ങനെയാണത് പുറത്താക്കുന്നത്? പല മൂവീസിലും ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി തെറ്റാകുന്ന ഇൻഫർമേഷൻസ് പിശാച് നമ്മുടെ ഹൃദയങ്ങളിൽ ഇട്ടിട്ടുണ്ട്. കാരണം പല ഹൊറർ മൂവീസിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് പൈശാചികമാകുന്ന ശക്തി തന്നെയാണ്. അതിന്റെ അവസാനം, അതിന്റെ എൻഡിങ്ങിൽ പിശാചിനെ തകർക്കുന്നതായിട്ടാണ് കാണിക്കുന്നെങ്കിലും ആ എൻഡിങ് വരെയുള്ള പാട്ടിനകത്ത് പിശാച് വലിയ ശക്തനാണെന്നും കരുത്തനാണെന്നും അത്ര വേഗത്തിൽ ഒഴിപ്പിക്കാൻ കഴിയത്തില്ലെന്നും ഒക്കെ ഉള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ ഇടുവാനായിട്ട് ആ മൂവീസിന് സാധ്യമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇത്തരത്തിലുള്ള മൂവീസുകൾ കാണാതിരിക്കുവാൻ ശ്രമിക്കുക. വ്യത്യസ്തമാകുന്ന വസ്തുക്കൾ കൊണ്ടൊക്കെയാണ് പലപ്പോഴും പിശാചിനെ പുറത്താക്കാൻ അവർ ശ്രമിക്കുന്നത്. ഉദാഹരണമായിട്ട് വെള്ളം, അല്ലെങ്കിൽ വീഞ്ഞ്, അപ്പം, കുരിശ് തുടങ്ങിയ ജഡീക വസ്തുക്കൾ കൊണ്ടാണ് ദുരാത്മാവിനെ പുറത്താക്കാൻ ശ്രമിക്കുന്നത്. മനസ്സിലാക്കുക, പിശാച് ജഡീകനല്ല, ജഡത്തിലുള്ള എന്തെങ്കിലും കണ്ടാൽ ഭയക്കുന്നവനുമല്ല. പിശാച് ആത്മാവാണ്. ഈവൻ നിങ്ങളുടെ ബൈബിൾ കണ്ടാൽ പോലും പിശാച് ഭയക്കുന്നില്ല. അതിനകത്തുള്ള വചനം നിങ്ങളെക്കാളും അറിയാവുന്നതും പിശാചിനാണ്. പിന്നെ എന്താണ് പിശാച് പേടിക്കുന്നത്? ബൈബിൾ പറയുകയാണ്, യേശു എന്ന് കേൾക്കുമ്പോൾ പിശാച് വിറയ്ക്കുകയാണ്. അതുതന്നെയാണ് പിശാചിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധം, യേശുവിന്റെ നാമം. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ പുറപ്പെട്ട് യേശുവിന്റെ നാമത്തിൽ, എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുക. യേശുവിന്റെ നാമം പറഞ്ഞാൽ മുട്ടുമടക്കാത്ത ഒരു ശക്തിയുമില്ല. ചില ആളുകൾ പറയും പിശാച് ശക്തനാണ്, ഭയങ്കര സ്ട്രോങ് ആണ്, അവനെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. ഞാൻ പറയട്ടെ, ഏറ്റവും കരുത്തനാകുന്ന പിശാച്, ഇരുട്ടിന്റെ അധവൻ അല്ലെങ്കിൽ പിശാചുക്കളുടെ തലവനാകുന്ന, രാജാവാകുന്ന ലൂസിഫറിന്റെ തലയെ തകർത്തവനാണ് നമ്മുടെ യേശു കർത്താവ്. യേശുവിന്റെ നാമം പറഞ്ഞാൽ പിശാചുക്കളുടെ തലവനാകുന്ന ലൂസിഫർ വരെ ഭയക്കുന്നു. ആ നാമമാണ് പിശാചിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധം. 2, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ മേൽ ശക്തിയുണ്ട്. യേശുവിന്റെ നാമം നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മേൽ അധികാരമുണ്ട്. ആ അധികാരത്തോടെ, ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയോടെ നാം കൽപ്പിക്കുകയാണെങ്കിൽ ഏതൊരു ദുരാത്മാക്കളും മുട്ടുമടക്ക് തന്നെ ചെയ്യും. ഒരുപക്ഷെ മറ്റുള്ള വ്യക്തികൾ ബാധിക്കുന്ന ദുരാത്മാക്കളെ പുറത്താക്കുവാൻ നിങ്ങൾക്ക് ധൈര്യമില്ല എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ പിശാചിന്റെ ഏതെങ്കിലും പ്രവർത്തനമുണ്ട് എന്നറിഞ്ഞാൽ വേറൊരാളുടെ സഹായം ആവശ്യമില്ല. നിങ്ങൾ തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദുരാത്മാക്കളെ വിട്ടുമാറുക എന്ന് പറഞ്ഞാൽ പിശാച് നിങ്ങളെ വിട്ടുപോയിരിക്കും. കാരണം നിങ്ങളിൽ ദുരാത്മാക്കൾക്കല്ല അധികാരം, നിങ്ങൾക്ക് തന്നെ അധികാരമുണ്ട്. ഒരു വ്യക്തിയുടെയും ആവശ്യമില്ല. നിങ്ങൾ തന്നെ വിശ്വസിച്ച് കൊണ്ട് കൽപ്പിക്കുമെങ്കിൽ സകല ഇരുട്ടിന്റെ ശക്തികളും ആ നാമത്തിന്റെ മുമ്പിൽ മുട്ടുമടക്ക് തന്നെ ചെയ്യും. ഇനി മറ്റുള്ളവരിൽ നിന്നും ഭൂതങ്ങളെ പുറത്താക്കുവാനായിട്ട് ഒരു നീണ്ട ഫാസ്റ്റിംഗ് ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് ഒരു ദുരാത്മാവിനെ കൊണ്ടുവരുന്ന സമയത്ത് ശിഷ്യന്മാർക്ക് അതിനെ പുറത്താക്കാൻ കഴിഞ്ഞില്ല. അവർ അവരോട് കാരണം ചോദിക്കുമ്പോൾ യേശു ഒരു ഭാഗത്ത് പറയുകയാണ്, നിങ്ങൾ വിശ്വാസ നിമിത്തം അത്രേ അതിനെ പുറത്താക്കാൻ കഴിയാത്തത്. വേറെ ഭാഗത്ത് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. അതിന്റെ അർത്ഥം ഓരോ പ്രാവശ്യവും ദുരാത്മാക്കൾ വരുമ്പോൾ ഉപവസിക്കണമെന്നാണോ? ഒരിക്കലുമല്ല. കാരണം പൗലോസ് ഒരിക്കൽ നടന്നു പോകുമ്പോൾ ലക്ഷണം പറയുന്ന ഒരു സ്ത്രീ പൗലോസിനെ മുഷിപ്പിച്ചു. പൗലോസ് പോയിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കില്ല, പകരമായി ആ ദുരാത്മാവിനെ നോക്കി അതിനെ ശാസിച്ചു. ആ സെക്കൻഡ് തന്നെ ആ ദുരാത്മാവ് ആ സ്ത്രീയെ വിട്ടുപോയി. പിന്നെ എന്തുകൊണ്ടാണ് യേശു കർത്താവ് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ലെന്ന് പറഞ്ഞറിയാമോ? ചില കാറ്റഗറി ദുരാത്മാക്കൾ വേഗത്തിൽ പോകത്തില്ല. അവർ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും. അവർ ശക്തരാണെന്നും നമുക്കതിനെ പുറത്താക്കാൻ കഴിയത്തില്ല എന്നിങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലിടും. ദുരാത്മാവിനെ പുറത്താക്കുവാൻ ഏറ്റവും ആവശ്യമുള്ള ഘടകമാണ് വിശ്വാസം. വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് ആത്മലോകത്തുള്ള സകലത്തെ നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത്. ഇവിടെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവ് ആക്റ്റീവ് ആവുകയും ആത്മീയ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാനും സ്പിരിച്വലുമായിട്ട് വളരെ കണക്ട് ആകാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസം വളരെ ഹൈ ആയിരിക്കും. അതുകൊണ്ട് ഏത് തരം ദുരാത്മാക്കളെയും പുറത്താക്കാൻ കഴിയും. യേശു പറയുകയാണ്, നിങ്ങളുടെ അവിശ്വാസ നിമിത്തമാണ്. അപ്പം പുറത്താക്കാൻ കഴിയാത്തതിന്റെ റീസൺ നിങ്ങളുടെ അവിശ്വാസമാണ്. ആ വിശ്വാസം വർദ്ധിക്കുവാൻ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ വളരെ അത്യാവശ്യമാണ്. അടുത്തതായി നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ എല്ലാ വ്യക്തികളിലേക്കൊന്നും ദുരാത്മാക്കൾ ബാധിക്കുന്നില്ലല്ലോ. അവിശ്വാസി ആയിക്കോട്ടെ, വിശ്വാസി ആയിക്കോട്ടെ, എല്ലാ വ്യക്തികളിലേക്കും ഇത്തരത്തിൽ ബാധകൾ കയറുകയോ മാനിഫെസ്റ്റ് ആകുകയോ ചെയ്യുന്നില്ലല്ലോ. തിരിച്ചറിയുക, സ്വാധീനിക്കുവാനാണെങ്കിലും തകർക്കുവാനാണെങ്കിലും നശിപ്പിക്കുവാനാണെങ്കിലും
ബാധിക്കുവാനാണെങ്കിലും പ്രവേശിക്കുവാനാണെങ്കിലും പിശാചിന് ഒരു വ്യക്തിയെ തൊടണമെങ്കിൽ ദൈവത്തിൽ നിന്നും നിയമപരമാകുന്ന അവകാശം കിട്ടണം. ദൈവം അനുവദിക്കണമെങ്കിൽ കൃത്യമായ വാദഗതിയിലൂടെ പിശാചിനെ ജയിക്കേണ്ട ആവശ്യമുണ്ട്. യോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ പിശാച് ദൈവത്തിന്റെ അരികിലേക്ക് വരികയും യോബിനെ തൊടുവാൻ അനുവാദം ചോദിക്കുകയും ചെയ്യുകയാണ്. ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു പോയി. വേറൊരു ഭാഗത്ത് പിശാച് യേശുവിനോട് പത്രോസിന് വേണ്ടി അനുവാദം ചോദിക്കുകയാണ്. ശിമോനെ ശിമോനെ, സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. നമുക്ക് ഈ രണ്ട് സന്ദർഭങ്ങളിലും പിശാച് അനുവാദം ചോദിക്കുകയാണ് ഈ വ്യക്തികളെ തൊടുവാനായിട്ട്. എന്തുകൊണ്ടാണ് ദൈവം അനുവദിക്കുന്നത്? മനസ്സിലാക്കുക, എന്തെങ്കിലും നിയമപരമാകുന്ന കാരണങ്ങളില്ലാതെ സ്വാധീനിക്കുവാനോ ബാധിക്കുവാനോ പിശാചിന് കഴിയത്തില്ല. എന്തെല്ലാമാണ് പിശാച് അതിനായി ഉപയോഗിക്കുന്ന മെത്തേഡുകൾ, തന്ത്രങ്ങൾ, സാത്താന്യ ലോകത്ത് എന്തെല്ലാം സിസ്റ്റംസ് ആണ് അതിനുവേണ്ടി പിശാച് ഒരുക്കി വെച്ചിരിക്കുന്നത്, എങ്ങനെയൊക്കെ മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയും, എങ്ങനെ നമുക്കതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും തുടങ്ങിയ വിഷയങ്ങൾ അടുത്ത ഒരു എപ്പിസോഡിൽ ചെയ്യുന്നതാണ്. ദയവായി നിങ്ങൾ ആ വീഡിയോ മിസ് ചെയ്യരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കാണുക. ഏറ്റവും പരമപ്രധാനമാകുന്ന സന്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്ന ആ ദൈവിക സന്ദേശം നിങ്ങൾ കേൾക്കുവാൻ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ. ഞാൻ ആവർത്തിക്കുന്നു, അടുത്ത വീഡിയോ ഒരു കാരണവശാലും നിങ്ങൾ കാണാതിരിക്കരുത്. ഗോഡ് ബ്ലസ് യു.